ഹലോ, വെൽക്കം ടു മൈ പുതിയൊരു വ്ളോഗ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇയർഫോൺ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ശരിക്കും കേൾക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ചിലർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനം എനിക്ക് ചെവിട്ടി വെക്കുന്നത് ഇഷ്ടമല്ല. ചെവിട്ടി വെക്കുമ്പോൾ എന്തൊരു അസ്വസ്ഥതയാണ്. അത് കാരണം ഞാൻ ഇങ്ങനെ കയ്യിൽ വെക്കുന്നത്. അപ്പോ തമിഴിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഒരു ഉമ്മയതിന് ശേഷം അതിന് ഞാനുണ്ടാവുന്നതിന് മുമ്പ് വെച്ചാല് എനിക്ക് അത്രയ്ക്കധികം സാധനങ്ങള് അങ്ങനൊന്നും കൊണ്ടുവണ്ട വന്നിട്ടില്ല. ഒരു സാധാ ഒരു ബാഗില് മൊബൈൽ ഫോണ്, പിന്നെ ചാർജർ, പിന്നെ ലിപ്സ്റ്റിക്കാ, അങ്ങനെ വല്ലതും ടോയിലാ, ചാർജർ, അങ്ങനത്തെ ചെറിയ ഐറ്റംസുകൾ മാത്രമേ എനിക്ക് ഞാനുണ്ടാവുന്നതിന് മുമ്പ് ഒക്കെ കൊണ്ടുവണ്ട വന്നിട്ടുള്ളൂ. ഇപ്പൊന്ന് വെച്ചാല് ഒരു മെയ്. അപ്പൊ അതിന് ശേഷം എനിക്ക് ഈ അരിന്റെ സാധനങ്ങള്, എന്റെ സാധനങ്ങള്, അങ്ങനെ കുറച്ചധികം സാധനങ്ങളായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു ഇതാണ്. അങ്ങനെ തന്നെയാണല്ലോ. അപ്പോ അത്യാവശ്യം നമ്മൾ വലിയ ബാഗ് തന്നെ കൊണ്ട് നടക്കണം. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ, അവരുടെ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ല വലിയ ബാഗ് തന്നെ വേണം. അപ്പൊ നമുക്ക് നേരെ ബാഗ് എടുക്കാട്ടോ. ബാഗ് കണ്ട് നെട്ടിട്ട് എന്റെ പുത്രൻ ഇവിടെ കളിക്കുന്നുണ്ട്. അവനെച്ചാ കട്ടിൽമന്ന് ചാടാൻ നോക്കാണ്. അവനിടയ്ക്ക് നോക്കണം. അവിടേക്ക് ഇരിക്കണവിടെ, ഇരിക്കണവിടെ. ആ, അപ്പൊ എന്റെ ബാഗ് വെച്ചാൽ ഇതാണ് ബാഗ് ട്ടാ. അത്ര നല്ല ബാഗൊന്നല്ല, എന്നാലും നമ്മള് മനസ്സിലൊരു ബാഗ് വിചാരിച്ചിട്ട് കടയിൽ കയറിച്ചു. ബാഗ് മാത്രല്ല, ഇത് ചെരുപ്പായാലും ഡ്രസ്സായാലും എന്തൊരു സാധനമായാലും മനസ്സിൽ വിചാരിച്ചിട്ട് കടയിൽ കയറി ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടുന്നോ നമ്മൾ വിചാരിക്കാത്തൊരു സാധനമായിരിക്കും. അപ്പൊ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതും കൂടെ ഇവിടെ മാത്രം ഒരു രസമായിട്ട് ഉള്ളൂ. അതാണ് ഇവിടേക്ക് തന്നെ. നമുക്ക് ഫസ്റ്റ് നോക്കാം എന്താണ്. മെയിനായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ചാർജർ. ഇതില്ലെങ്കിൽ കഴിഞ്ഞു. ഈ സാധനം എന്തായാലും വേണം. പെട്ടെന്ന് വല്ല ആവശ്യത്തിന് വേണ്ടി വല്ലയിടത്തും വെക്കേണ്ടി വന്നു കഴിഞ്ഞാല് ഈ ഒരു സാധനം എന്തായാലും വേണം. പ്രത്യേകിച്ചത് ഈ ഒരു പ്ലഗ് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിലവരൊന്നും കെട്ടി നിൽക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതാകുമ്പോൾ ഈ ഒരു ഐഫോണിന്റെ ചാർജർ ഉണ്ടാവില്ല. പിന്നെ വേഗം ഐഫോൺ പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും, വേഗം ചാർജർ ടപ്പേന്ന് പറഞ്ഞിട്ട് തീരുന്ന ഒരു ഫോണാണ്. അപ്പോൾ മിക്കതും ഈ ഐഫോണിന്റെ ചാർജർ ഉണ്ടാവാറില്ല ചിലർക്കൊക്കെ. ഇത് ഒന്ന്. അടുത്തത് യാനുവിന്റെ ബോഡി ലോഷനാണ്. ഇതും ഞാൻ കൈ പിടിക്കൂട്ടാം. പിന്നെ റാഷ് ക്രീമാണ്. സെബാമെഡിന്റെ റാഷ് ക്രീം ഉണ്ട്, അതും ഞാൻ കൈ പിടിക്കാറുണ്ട്. ഇത് അത്യാവശ്യം നല്ലതാണ് കിട്ടാം. ഇത് ഹിമാലയേക്കാളും ഏറ്റവും നല്ലൊരു ഇത് സെബാമെഡിന്റെ റാഷ് ക്രീമാണ്. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞു സെബാമെഡിന്റെ റാഷ് ക്രീമാണ് നല്ലത്. അങ്ങനെ കൂടിയാണ് കേട്ടോ. അങ്ങനെ ഉണ്ണിത് ഗൾഫിൽ കൊണ്ടുവന്നതാണ്. ഒരു ടൗവിൽ ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് ഇയാനുള്ളതല്ലേ. പിന്നെ വേറൊരു ടൗവില് വെക്കാറുള്ളത് ഇയാനിന് മാത്രമായിട്ട് ഒരു ടൗവിൽ ഉണ്ടാവാറുണ്ട്. അത് വാശിയായിട്ടാണ്. അത് ജസ്റ്റ് ഒരു ടൗവില്. പിന്നെ ഇയാനിന്റെ വെള്ളം കുപ്പി ഉണ്ടാവാറുണ്ട്. വെള്ളം നിറച്ച് ഫുള്ളൊന്നും കുടിക്കില്ല. വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെതാ ഇതാണ് നാസൽ ഡ്രോപ്സ്, സലൈൻ നാസൽ ഡ്രോപ്സ്. മൂക്കിൽ ഇട്ടിക്കുന്നത് ഇയാനിന് ജലദോഷം ഉണ്ടാവാറുണ്ട്. ചില സ്ഥലത്തൊക്കെ പോയാൽ പെട്ടെന്നായിരിക്കും ജലദോഷം ഉണ്ടാവുക. അതുപോലെ തുമ്മലും കാര്യങ്ങളൊക്കെ വേഗം ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് ഉണ്ടാവും തുമ്മലും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കാരണം ഇത് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും ഈ സാധനം. ഇത് ഒട്ടിച്ചാൽ പോവാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഹെൽത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു സാനിറ്റൈസർ ഉണ്ടാവാറുണ്ട്. കുഞ്ഞുള്ളതല്ലേ, നമ്മൾ പുറത്ത് പോയാലും ഉപയോഗിക്കുന്നെങ്കിൽ ഈ ഒരു സാധനം കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഐറ്റം പാമ്പേഴ്സ് ആണ്. ഒരു 5-6 ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ ഇന്നെ ഉള്ളൂ. ബാക്കി നമ്മൾ പുറത്ത് പോയപ്പോൾ എടുത്ത് പിന്നീട് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ മറന്നു. അപ്പൊ അത് അത്യാവശ്യം നമ്മുടെ പാമ്പേഴ്സ് ഇപ്പോ ഓരോ പ്രാവശ്യം
ഓരോ പാമ്പേഴ്സുകളാണ് യൂസ് ചെയ്യുന്നത്. വേറെ വേറെ കമ്പനികളുടെ പാമ്പേഴ്സ് ആണ് കേട്ടോ യൂസ് ആക്കാറ്. ഇതിപ്പോ ലിറ്റിൽ ഏഞ്ചലിന്റെ പാമ്പേഴ്സ് ആണ് ഇതാണ് യൂസ് ആക്കുന്നത്. പറയാന്ന് വെച്ചാല് ലിറ്റിൽ ഏഞ്ചല് ഈ ആണിന് അത്ര കംഫർട്ട് അല്ല, ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ട് ഈ ആണിന്. ഇപ്പൊ നമ്മൾ ഇത്ര അധികം മേടിച്ചു പോയില്ലേ, എന്താ ചെയ്യാ, അത് കാരണം കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അധികം നേരം പറ്റില്ല. എന്നാൽ അധികം നേരം നമ്മൾ ഇടാതിരിക്കുന്നതന്നെ നല്ലത് പാമ്പേഴ്സ് ഒക്കെ. ഈ ഒരു തൊപ്പിയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ വന്നിട്ടുള്ള ഒരു തൊപ്പിയാണ്. അത്യാവശ്യം നല്ല തൊപ്പിയാണ് കേട്ടോ. നമ്മളിപ്പോ വെയിലത്തൊക്കെ പോകുമ്പോൾ ടർക്കി അവന് തലയിൽ ഇടുന്ന അങ്ങനെ ഇഷ്ടമല്ല. ടർക്കി ആയാലതെ തൊപ്പി ആയാലതെ അവന് തലയിൽ അങ്ങനെ അധികം ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു തൊപ്പെടുത്ത് കൈ പിടിക്കുന്നത് പെട്ടെന്ന് വല്ല ആവശ്യം വന്നാല് തലയിൽ വെക്കാലോ എന്ന് വിചാരിച്ച് തൊപ്പിയുണ്ട്. പിന്നെ അതേ പാരസെറ്റമോൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണ്ട, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വേണ്ട ഒരു സാധനം തന്നെയാണ് ഈ സാധനം പാരസെറ്റമോള്. പെട്ടെന്ന് വല്ല പനിയാ എന്തെങ്കിലും വല്ല ചൂടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാരസെറ്റമോള് അത്യാവശ്യമാണ് കേട്ടോ. ഈ പാരസെറ്റമോള് കൈ പിടിക്കാറുണ്ട്. പിന്നെ ചെയ്യാനുണ്ട് ഈ ഒരു കിലുക്കം. ഇതൊരു കിലുക്കം എപ്പോഴും അവന്റെ ഫേവറേറ്റ് കിലുക്കണത്. ഇതുകൊണ്ട് ഓണർ നേരത്തോട് ഇങ്ങനെ കിലുക്കി കൊടുത്താൽ അവൻ വേഗം ഈ കിലുക്കത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് കളിക്കാനായാലും എന്തിനായാലും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കിലുക്കാണ് ഒരു കിലുക്കം. ഇത് നമുക്ക് പാരച്യൂട്ടിന്റെ ഒരു ബേബി സെറ്റിംഗ് പൗഡർ, ഓയില് അങ്ങനത്തെ ഒരു പാരച്യൂട്ടിന്റെ ഒരു പൗഡർ സെറ്റ് അപ്പൊ കിട്ടിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല തന്നെയാണ്. അപ്പൊ ആശിക്കിന്റെ ആരോ ഗിഫ്റ്റ് തന്നതാണ് ജാതി ഉണ്ടായ ടൈമില്. പക്ഷേ നല്ല ഉപയോഗമാണ് അതുകൊണ്ട്. അടുത്തത് ഈ പേഴ്സാണ്. പേഴ്സിൽ എന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല, പൈസ കാര്യങ്ങളൊന്നുമില്ല. 2 ഫോട്ടോ ഉണ്ട്, പിന്നെ ATM കാർഡ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പേഴ്സിലുണ്ട്. പിന്നെ ഈ ഒരു ചെറിയ ഹിമാലയയുടെ ഈ ഒരു പൗഡറിനോട് വെക്കാറുണ്ട്. എനിക്കായാലും അതെ ഈ അതിനായാലും അതെ ഉപയോഗമാണ് കേട്ടോ. ഞാനും ബേബി പൗഡർ തന്നെയാണ് ഇടാറ്. കൂടുതൽ ഹിമാലയ അങ്ങനെ നമ്മൾ വീട്ടിൽ യൂസ് ആക്കുന്ന സെബാമറ്റാണ്. പുറത്ത് പോകുമ്പോൾ ഈ ഹിമാലയയുടെ ഈ പൗഡറാണ് കൊടുക്കാറ്. നമ്മളെ ഒരു കള്ളി കഴിഞ്ഞു. നെക്സ്റ്റ് കള്ളിയിലേക്ക് കടക്കാറുണ്ട്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയല്ല ബാഗ് തുറക്കുക. ഇങ്ങനെ തുറക്കുന്നുണ്ടപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ബാഗ് തുറക്കുന്ന ഒരു ഇത് ഓർമ്മ വരാം. ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇയാളുടെ ഒരു ഡ്രസ്സാണ്. എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരു ജോലി ഡ്രസ്സ് കൈ പിടിക്കാറ്. ഒരു വട്ടം ഇതുപോലെ പിടിക്കാതിരുന്നിട്ട് എനിക്ക് നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. ചെളിയൊക്കെ ആയിട്ട് ഛർദ്ദിച്ചിട്ട് അങ്ങാണ്ട് നല്ല ചീത്ത കിട്ടും. അതുപോലെ തന്നെ അടുത്തത് ഒരു സാധനമാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാല് നെബുലൈസ് ചെയ്യുമ്പോഴുള്ള മാസ്ക്. ഈ ഒരു മാസ്ക് എൻ്റെ എപ്പോഴും ഉണ്ടാവും. ഒരു വട്ടം എനിക്കൊരു അനുഭവം ഉണ്ടായതിന് ശേഷം ഈ സാധനം ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ എടുക്കാം. ഇവരിപ്പോ പെട്ടെന്ന് നല്ല ചുമയും ജലദോഷവും പനിയൊക്കെ വന്നു വരുന്നത് ഈ നെബുലൈസ് ചെയ്യാൻ പറയുമ്പോൾ അവിടുത്തെ മാസ്കിൽ ചെയ്യുമ്പോൾ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം എല്ലാ പേഷ്യൻസുകളും ഉപയോഗിക്കുന്ന ഒരു മാസ്ക് ആയിരിക്കും അത് അല്ലേ. അപ്പോ ഇതും എനിക്കൊരു വട്ടം ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഈ ഒരു സാധനം എടുക്കാത്തത് എനിക്ക് നല്ല ചീത്ത കിട്ടും. ഇതുണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞാനത് എടുക്കാൻ മറന്നു. എന്നാ രാവിലെ കൂടി ഞാൻ പറഞ്ഞുള്ളൂ നെബുലൈസ് ചെയ്യാൻ മാസ്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാവിലെ നിന്നത്. പക്ഷെ ഞാനത് എടുക്കാൻ മറന്നുപോയി. അതിനെനിക്ക് നല്ല ചീത്ത കിട്ടും. നീ അവിടെ നിന്ന് അത് പറഞ്ഞതല്ലേ, എന്നിട്ട് എടുക്കാതിരുന്നേന്ന് പറഞ്ഞിട്ട് നല്ല ചീത്ത കിട്ടും. അപ്പൊ അതിനുശേഷം ഈ ഒരു സാധനം എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. പെട്ടെന്ന് ഇതൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കുഞ്ഞല്ലോ, അപ്പൊ അവർക്ക് മറ്റുള്ളവർ ഉപയോഗിച്ചതൊന്നും അങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ലല്ലോ. അത് കാരണം ഈ ഒരു സാധനം ഉണ്ടാവുക. അങ്ങനെ ഇതും കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു ഫ്രണ്ടിലേക്ക് കള്ളിയാണ് ഉണ്ടാവും. പെന്നാണ്, എപ്പോഴും കയ്യിലൊരു പെൻ വേണം. ഒരു ഫോട്ടോ ഫ്രെയിം സെന്ററിന്റെ ഒരു ഇതാണ് കേട്ടോ, നമ്പറായിട്ടുള്ള ഒരു കാർഡാണ്. അടുത്തത് ഈ ഒരു അത്തറ് കൈ പിടിക്കാറുണ്ട്. അത്തറ അല്ലെങ്കിൽ ഒരു ബോഡി ക്രീം ഒക്കെയാണ് കൈ പിടിക്കാറ്. ഇപ്പോൾ ഈ അത്തറ് കിട്ടിയതിന് ശേഷം ഈ അത്തറാണ് കൈ പിടിക്കാറുണ്ട്. ഈ ഒരു ലിപ് ലൈനർ
ഈ ഒരു ലിപ് ലൈനർ വെയിലേക്കും ഈ ഒരു ലിപ് ലൈനർ ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ യൂസ് ആക്കാറുണ്ട്. പിന്നെ ലൈനായിട്ട് ലിപ് ലൈനായിട്ട് അങ്ങനെ വരയ്ക്കാനും യൂസ് ആക്കാറുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറില്ല. നല്ല ക്രീമിയാണ്, അത് കാരണം നല്ലൊരു ഇതന്നെയാണ് ഇട്ടത്. അടുത്തത് ഈ ഒരു ഹൈബ്രോ പെൻസിലാണ്. ഈ ഹൈബ്രോ പെൻസിലും എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. എനിക്കായാലും പിന്നെ ഈ അന്നായാലും ഞാൻ ഐബ്രോ ചെയ്തിട്ട് ഈ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐബ്രോ പെൻസിൽ കൊണ്ടാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ലിപ് ബാം ലേബല്ലോ ഈ ഒരു ലിപ് ബാം കയ്യിൽ പിടിക്കാറുണ്ട്. വേഗം ചുണ്ട് വേഗം വരണ്ടോ എന്താന്ന് വെച്ചാല് സുഡിയോന്ന് എടുത്തൊരു ലിപ്സ്റ്റിക്ക് ഞാനിപ്പോൾ ഇതില് ഞാനൊരു വട്ടം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. സുഡിയോന്ന് എടുത്തൊരു ലിപ്സ്റ്റിക് ആയിരുന്നു. ആ ലിപ്സ്റ്റിക്കിന്റെ ഡേറ്റ് ഞാൻ നോക്കാൻ മറന്നുപോയി. അപ്പോൾ 2 വട്ടം യൂസ് ആക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. 3ാമത്തെ വട്ടം ഞാൻ യൂസ് ആക്കിയപ്പോൾ ചുണ്ടൊക്കെ ആകെ കറുത്തോ, അല്ലെങ്കിൽ കറുത്ത ചുണ്ടാണ്, അതിന്റെ കൂടി കറുത്ത് പൊട്ടല് പോലെയൊക്കെ ആയി. അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ കാരണമാണ് ആ ലിപ്സ്റ്റിക്കിന്റെ ഇത് അലർജി ആയിട്ട് വന്നത്. ഇപ്പോഴും ശരിക്കും മാറിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു ചെറുതായ ഒരു ലിപ്സ്റ്റിക്കും ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോഴായിരുന്നു പ്രശ്നം. അത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ ലിപ്സ്റ്റിക്കിനെ കട്ട് ചെയ്യണം വേണ്ടാന്ന് വെച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഓയിൽമെന്റ് വെച്ചാൽ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആന്റിസെപ്റ്റിക് പെയിൻ റിലീവിങ് ജെല്ല് കേട്ടോ. ഒരു റെഡ് കളറായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ എടുത്തിട്ട് പരത്തി കൊടുക്കാം. പരത്തി കഴിയുമ്പോൾ പരത്തുമ്പോൾ തന്നെ നല്ല നീറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ വേഗം തന്നെ മാറും കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ നെഗമെറ്റിയാണ്. പിന്നീട് നെഗമെറ്റി ഞാൻ എൻ്റെ മനസ്സിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു നെഗമെറ്റിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് വേഗം നെഗം വളർന്നപ്പോൾ വളർന്നപ്പോൾ വലിയ നെഗമെറ്റിയുടെ എനിക്ക് വെട്ടാൻ പേടിയത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കടിച്ചെടുക്കുന്നു പറയാറുണ്ട്, അതും എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ അത്യാവശ്യം വേഗം പെട്ടെന്ന് പോയി ഒരു ചെറിയൊരു നെഗമെറ്റി മേടിച്ചതാണ്. നമ്മൾ സാധാരണ നെഗമെറ്റിയൊക്കെ പോലത്തെ അതിന് ചെറിയൊരു നെഗമെറ്റി കിട്ടാം. അങ്ങനെ അപ്പോൾ ഇത്രക്കുള്ളൂ എൻ്റെ ഒരു ബാഗില്. ഇതിപ്പോ സാധാ യൂസ് ചെയ്യുന്ന ബാഗാണ്. നമുക്ക് വല്ലയിടത്ത് നിൽക്കാൻ പോയാൽ അവരെ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ട്. ഇതാത്ത ബാഗ് ഈ ഒരു ബാഗ് എടുക്കാം. ഈ ബാഗിന് റേറ്റ് കുറവാണ്, 400-നുള്ളിൽ ആയിട്ടും ഈ ഒരു ബാഗിന്. ഇത് നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ കിട്ടിയതാണ്. ശരിക്കും ഈ സെയിം നമ്മൾ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മീഷോയിൽ ഇറങ്ങിയിട്ടുണ്ടായി ഇതിന്റെ സെയിം മോഡല്, ലാവൻഡർ ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഡാർക്ക് പിങ്ക്, അങ്ങനെ ഷെയ്ഡിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ബാഗ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാഗ് ഞാൻ മീഷോയിൽ സെയിൽ ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ ബാഗ് മേടിക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ വേഗം എടുത്ത് ചാടി മേടിച്ചിട്ടാം. കാസർഗോഡ് ഒരു മാരേജിന് പോയപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് ഇയാളുടെ സാധനങ്ങളൊക്കെ. ഇയാളുടെ മാത്രം സാധനങ്ങളായിട്ട് ഒരു ബാഗ് വേണം നമുക്ക് വല്ല ട്രിപ്പിനൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ബാഗ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.